എന്റെ കിട്ടു എവിടെ? എന്റെ കിട്ടുവിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി? സത്യം പറഞ്ഞു. സത്യം പറഞ്ഞോണം. കിട്ടു എവിടെ? അറിയില്ല അമ്മ. കള്ളം പറയുന്നോ? ഞാൻ കണ്ടല്ലോ കിട്ടുവിനെ നിങ്ങളുടെ കൂടെ. സത്യമാക്കുമ്മ, നമ്മ കുളന്തയെ പാത്തു നിന്നത് സത്യമാക്കുമ്മ. പക്ഷേ കൊഞ്ചു നേരം കഴിഞ്ഞപ്പോ അവരെ കാണാനില്ലമ്മ. സത്യം, ഞങ്ങൾ തിരുമ്പിപ്പോയി അവിടെയൊക്കെ പാത്താച്ച്. അവൻ ചേച്ചിയുടെ അടുത്ത് പോണതാക്കൂന്ന് കരുതി ഞങ്ങൾ നടന്നു. ചേച്ചിയുടെ അടുത്ത് പോറേന്ന് അവൻ ചൊല്ലിയാച്ച്. അയ്യോ സത്യം അമ്മ. പിന്നെ കിട്ടു എങ്ങോട്ട് പോയി? അയ്യോ, കാത്തു എവിടെ പോയി? അപ്പൂനെയും കാണുന്നില്ലല്ലോ. ഇനി കിട്ടുവിനെ അന്വേഷിച്ച് കണ്ടന്റെ വീട്ടിൽ പോയോ? കണ്ടനാവും കിട്ടുവിനെ പിടിച്ചേന്ന് കാത്തു പറയുന്നുണ്ടായിരുന്നു. കണ്ടന്റെ വീട്ടിലോ? അയ്യോ, എനിക്ക് വയ്യ. ഒന്ന് സമാധാനപ്പെടു പൂച്ചയമ്മേ, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അമ്മേ, 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 കിട്ടുവിനെ കണ്ടുപിടിച്ചു. കണ്ടൻ പിടിച്ചോണ്ട് പോയതാ. കണ്ടന്റെ വീട്ടിലുണ്ട്. മോൾ അവനെ കണ്ടോ? കണ്ടു. വേഗം വേഗം നമുക്ക് അവനെ പോയി രക്ഷിക്കണം. എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ. അന്ത കണ്ട സാമി, കടവുളേ, അവൻ തിരുടനാ. പേരും കള്ളൻ. നിങ്ങളും കൂടെ സഹായിച്ചാലേ കിട്ടുവിനെ രക്ഷിക്കാൻ പറ്റൂ. சொல்லு, உங்களுக்கு എന്ത് സഹായം വേണാലും ചെയ്യറ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. ഇനി എന്ത് വേണമെന്ന് മുള്ളുപാണ്ടിക്ക് തെറിയും. വാങ്ങ. നീ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അത്രയ്ക്കായോ അഹങ്കാരി? കണ്ടസാമേ, ഓയ് കണ്ടസാമേ, വെളിയിൽ വാങ്ങ. ഓ, ഇവന്മാർക്ക് വരാൻ കണ്ട നേരം. കണ്ടസാമി, കണ്ടസാമി, ഓയ് ഓയ് കണ്ടസാമി, വാതില് തുറക്ക്. ഉനക്ക് നല്ല ഒരു മരുന്ന് കൊണ്ടുവന്നാച്ച്. തുറക്കണോ? തുറന്ന് വെളിയിലേക്ക് ചെല്ലാം. ഇവന്മാര് വാതില് തല്ലിപ്പൊളിച്ചകത്ത് വന്നാ എല്ലാം പൊളിയും. ഉറക്കമായിരുന്നു, അതുകൊണ്ടാ കേൾക്കാത്തത്. എന്തു വേണം? നമ്മള് ഊருக்கு പോറേ. இந்த മരുന്ന് കൂടി പുരട്ടിക്കോ. നീറൂലല്ലോ. ഇല്ല. ആ, ഏതായാലും ഇനി കാട്ടിലേക്ക് പോവല്ലേ, പുരട്ടിയിട്ട് വെക്കോ. വേഗം വേണം. അയ്യോ, ഓ, അയ്യോ, 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 டாய், திருட்டு பயலே, அந்த பூனைக்குட்டி எവിടെടാ? சொல்லு. ഓഹോ, അപ്പൊ അതാണ് കാര്യം. മാറിക്കടാ, കണ്ടനെ കുറിച്ച് നിനക്ക് അറിയില്ല. டாய், ഡേയ്. അയ്യോ, അയ്യോ, ചേച്ചി, കണ്ടൻ എന്നെ പിടിച്ചു. പോട്ടടാ, ചേച്ചി ഇങ്ങ എത്തിയല്ലോ. വാ, അമ്മ വെളിയിലുണ്ട്. പോട്ടടോ, സാരില്ല. നീറുന്നമ്മേ. இந்த മരുന്ന് പോട്. ഈ മരുന്നിടുമ്പോ എല്ലാം മാറും കേട്ടോ. കരയില്ലേ? എല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ട് കിട്ടുവിനെ രക്ഷിക്കാൻ പറ്റി. ഉങ്ക കുളന്ത പെരിയ ബുദ്ധിശാലി അമ്മ. കിട്ടുവിനെ രക്ഷിച്ചത് എന്റെ മോള് തന്നെയാ. ഉമ്മ.
പറമ്പിലും മുറ്റത്തും തൊടിയിലും ഒച്ചയുണ്ടാക്കാതെ പോയി നോക്കാം. തെന്മാവിൻ ചോട്ടിലും പൂക്കൈതക്കാട്ടിലും പാടവരമ്പത്തുമില്ല കാത്തു. വേഗത്തിലോടി അരികത്തു പോരൂ, പിന്നെ പരിഭവം കാട്ടിടല്ലേ. പാടത്തു പോകേണ്ടേ, പട്ടം പറത്തേണ്ടേ. പാടത്തു പോകേണ്ടേ, പട്ടം പറത്തേണ്ടേ. പാത്തു കളിച്ചതുപോലെ കാത്തു. ഉച്ചയുണ്ടാക്കാതെ പമ്മി പമ്മി നടക്കുന്ന കുട്ടിക്കുറുമ്പിയെ കാണുന്നില്ല. കാണാമറയത്തോ ചരത്തു തന്നെയോ എവിടെയാണെന്നു ചൊല്ലു കാത്തു. കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാട്ടിടുമെങ്കിലും ഞാനിപ്പോ നിങ്ങളുടെ കൂടെയില്ലേ. ആ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാട്ടിടുമെങ്കിലും ഞാനിപ്പോ നിങ്ങളുടെ കൂടെയില്ലേ. കാണാതിരിക്കാനോ മിണ്ടാതിരിക്കാനോ കാത്തുവിനാകുമോ കൂട്ടുകാരെ. ഹായ്, ഒരു തവള. അയ്യോ, എന്നെ രക്ഷിക്കണേ. നീ ഇങ്ങനെ ഇതിനുള്ളിൽ പെട്ടു? ഞാൻ ഈ കിണറ്റിലെ തവളയാണ്. ആരോ വെള്ളം കോരിയപ്പോ ഞാനിതിനുള്ളിലായിപ്പോയി. എന്നെ രക്ഷിക്കൂ. വിഷമിക്കേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. വളരെ ഉപകാരം. എന്റെ ജീവൻ നീ രക്ഷിച്ചു. നീ എന്റെ കൂടെ വരുന്നോ? നിനക്ക് ഞാൻ എന്റെ കൂട്ടുകാരെ ഒക്കെ കാട്ടിത്തരാം. അയ്യോ, എനിക്ക് തിരികെ പോകണം. നമുക്ക് ഉടനെ തിരിച്ചെത്താം. എന്താ? എന്നാ ശരി, ഞാനും വരാം. ഹായ്, എത്ര നല്ല കുളം. ഈ കുളത്തിൽ ധാരാളം മീനുകളും പിന്നെ തവളകളുമുണ്ട്. എല്ലാരും എന്റെ ചങ്ങാതിമാരാ. ആണോ? ചങ്ങാതി, നിന്റെ കിണറ്റിൽ മീനുകളുണ്ടോ? ഇല്ല. വാ, നിനക്ക് ഞാൻ മീനുകളെ കാട്ടിത്തരാം. ഓടിവാ, ഓടിവാ. അയ്യേ, ഇവ മീനുകളല്ല, വാൽമാക്രികളാണ്. വാൽമാക്രിയോ? അതെന്ത് ജീവി? നിനക്ക് തെറ്റിയതാ. ഇവ മീനുകൾ തന്നെ. അല്ല അല്ല, ഇവ വാൽമാക്രികൾ തന്നെ. അല്ല അല്ല അല്ല. പൂപ്പി, നിന്റെ ചങ്ങാതി പറയുന്നത് സത്യമാണ്. അവ വാൽമാക്രികൾ തന്നെയാ. ഞാനാ അവരുടെ അമ്മ. ആണോ? പൂപ്പിക്കുട്ടാ, ഞാൻ ആദ്യം ഈ വെള്ളത്തിന് മുകളിൽ മുട്ടയിടും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ടയിൽ നിന്നും കുഞ്ഞു വാൽമാക്രികൾ ഉണ്ടാവും. പിന്നെ അവയ്ക്ക് കാലുകൾ മുളയ്ക്കും. എന്നിട്ട് വാൽമാക്രിയുടെ വാൽ ചെറുതായി ചെറുതായി വലിയ തവളയായി മാറും. ഹായ്. പിന്നീട് തവളകളുടെ ജീവിതം കരയിലാണ്. ഇടയ്ക്ക് നീന്താനും മുട്ടയിടാനും വെള്ളത്തിലേക്ക് തിരിച്ചു വരും. എന്താ, കഥ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട് തവളയമ്മേ. നിന്റെ ഈ ചങ്ങാതി എവിടുന്നാ വന്നത്? മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അടുത്തുള്ള കിണറ്റിലെയാ, കുളം കാണാൻ വന്നതാ. മഴ വരുന്നു. ഇനി ഇവിടെ ഉത്സവമാണ്. നിങ്ങളും കൂടിക്കോ. ഹായ്, എന്ത് രസം. എനിക്ക് അവരോടൊപ്പം കളിക്കാൻ തോന്നുന്നു. ഏയ്, ഞങ്ങളോടൊപ്പം കൂടുന്നോ? എനിക്കും അവരോടൊപ്പം നീന്തി കളിക്കാൻ ഒരു മോഹം. ശരി, ഞാൻ ഇവിടെ ഇരിക്കാം. നീ പോയി നീന്തിയിട്ട് വാ.
വൈകരുത്. ഹായ്, എന്ത് രസം. എന്റെ പൊട്ടക്കിണറ്റിൽ ഇതൊന്നും ഇല്ല. എന്റെ ചങ്ങാതി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ചെങ്ങാതി, ചെങ്ങാതി, ചെങ്ങാതി മാറിക്കോ. നീർക്കോല് നിന്നെ പിടിക്കാം. അയ്യോ, കഷ്ടം. എന്റെ ചെങ്ങാതി നീർക്കോല് പിടിച്ചു ആവും. പൂപ്പി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ ചെങ്ങാതി? ഇല്ല പൂപ്പി, നീയും ഈ 2 കൂട്ടുകാരുമാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഇവരെന്നെ ഒരു ചെടിയുടെ ഇടയിൽ ഒളിപ്പിച്ചു. ഭാഗ്യം, നീർക്കോലി എന്നെ പിടിച്ചില്ല. അതെയോ? നിനക്ക് തിരിച്ചു പോകണ്ടേ? നിന്നെയും ഈ നല്ല കൂട്ടുകാരെയും വിട്ടിട്ട് ഞാനിനി ഒരിടത്തും പോകുന്നില്ല. ഹായ്, എനിക്ക് സന്തോഷമായി. ഞാൻ വെറും ഒരു പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു. നീയാണ് എനിക്ക് ഈ വിശാലമായ ലോകം കാട്ടിത്തന്നത്. വളരെ വളരെ നന്ദി. ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം 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 വടക്കു നിന്നും ബാലു വരുന്നേ മിടുക്കിയായ മുയൽക്കുട്ടി ഇവൾ കുസൃതിക്കാരി മുയൽക്കുട്ടി വടക്കു നിന്നും ബാലു വരുന്നേ മിടുക്കിയായ മുയൽക്കുട്ടി ഇവൾ കുസൃതിക്കാരി മുയൽക്കുട്ടി ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം തെക്കുന്നയാ ബബലു വരുന്നേ കരടിക്കുട്ടൻ കിങ്ങിയവൻ തെക്കുന്നയാ ബബലു വരുന്നേ കരടിക്കുട്ടൻ കിങ്ങിയവൻ പാലും ബബലും കൂടി ചെന്നാൽ കാകൃതി കുകൃതി മേളാങ്കം കുസൃതിക്കളിയുടെ മേളാങ്കം ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം കിഴക്കു നിന്നു വരുന്നതു കണ്ടോ കണക്കുമാസമുയലച്ചൻ അദ്ദേഹത്തിൻ പൊന്മകളാണേ മാനുക്കുട്ടി കളിക്കുട്ടി ചടക്കാരി മണിക്കുട്ടി ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം ദിമ്മട ദിമ്മട ദിമ്മ തക്കിട ദിമ്മട ദിമ്മട ജിയാഞ്ചം
ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴിമടിയനായിരുന്നു ഉണ്ടൻ. പെരും കൊതിച്ചിയായിരുന്നു ഉണ്ടി. ഉണ്ടി ഒരു ദിവസം ഉറക്കമെണീറ്റപ്പോൾ അയൽവക്കത്ത് നിന്നും ഉണ്ണിയപ്പത്തിൻ്റെ മണം. ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരാ, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. എടി, അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ, ചുട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഏതായാലും 2 തരാതിരിക്കില്ല. ഈശ്വരാ, 2 ഉണ്ണിയപ്പമോ? ആർക്ക് വേണം? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവാ. നീ പോയി സാധനങ്ങൾ കൊണ്ടുവാ. നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ശർക്കരയും നെയ്യുമായി തിരിച്ചു പോന്നു. ഉണ്ടൻ ഉണ്ടിയെയും കൂട്ടി വിറകൊടിക്കാൻ കാട്ടിലേക്ക് പോയി. കണ്ണിൽ കണ്ട ചുള്ളിയെല്ലാം പെറുക്കിയെടുത്ത് 2 വലിയ കെട്ടുകളാക്കി. ഈ കെട്ട് പിടിച്ചോ. ഇത്രയും വിറക് കൊണ്ട് ഒരു 100 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കും ഉണ്ണിയപ്പം തിന്നാൻ അങ്ങ് കൊതിയായി. അപ്പോഴാണ് ഒരു പ്രശ്നം. ഉണ്ടന്റെ തലയിൽ ആര് വിറക് കെട്ട് വെച്ചു കൊടുക്കും? അയ്യോ, രക്ഷിക്കണേ! ഏയ്, പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിറക് ഞാൻ പിടിച്ചു തരാം. പക്ഷെ എനിക്ക് 10 ഉണ്ണിയപ്പം തരണം. എന്താ? മറ്റു മാർഗങ്ങളില്ലാതെ ഉണ്ടനും ഉണ്ടിയും പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വിറകുമായി വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും പഴവും കുഴച്ചു മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം. 10 പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6. 3 എനിക്ക്, 3 നിനക്ക്. 3 നല്ല രുചി. നമുക്ക് 2 കൂടെ തിന്നാലോ? പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോ ഉണ്ടന്റെയും ഉണ്ടിയുടെയും കണ്ണ് വീണ്ടും ഉണ്ണിയപ്പ ചട്ടിയിലായി. ഇനി 6 ഉണ്ട് ബാക്കി. പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ. അതിന് 2 ഉണ്ണിയപ്പം മതി. അത് മതി. ഇനി 2 മിച്ചം. അത് മതി ആ കൊതിയൻ പുലിക്ക്. പക്ഷേ പെരുങ്കൊതിച്ചിയായ ഉണ്ടനറിയാതെ 1 കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്ന 1 ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരം സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വെപ്രാളമായി. പുലി വരുമ്പോ നമ്മൾ എന്തു ചെയ്യും? പേടിക്കാതെ, പുലിയെ നമ്മൾ ഓടിക്കും. സന്ധ്യ മയങ്ങിയപ്പോ പുലി വന്നു. ഏയ്, ഇവിടെ ആരും ഇല്ലേ? എവിടെ എൻ്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ. എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്നോ? ഞാനിപ്പൊ കാണിച്ചു തരാം. അയ്യോ, അഹങ്കാരികളെ, തട്ടിൻ പുറത്ത് ഒളിച്ചിരിക്കുന്നു.
അയ്യോ, വെള്ളം വെള്ളം, എനിക്ക് വയ്യേ. അയ്യോ, പാമ്പ്. എടിയേ, നമ്മുടെ വിദ്യ ഫലിച്ചു. പുലി കിണറ്റിൽ വീണടിയേ. കിണറ്റിൽ വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടിയും താഴേക്ക് കുതിച്ചു. പക്ഷെ കിണറ്റിൻ കരയിൽ ഒഴിച്ചിരുന്ന എണ്ണയിൽ തെന്നി ഉണ്ടനും ഉണ്ടിയും കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ, രക്ഷിക്കണേ, അയ്യോ. നോക്കണേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഹയ്യട ഹയ്യാ മുളക് കടിച്ചു പാവം കൊച്ചു കുരങ്ങച്ചൻ. എരിയാലയോ പുളഞ്ഞു പോയി തിത്തയെന്നു കുരങ്ങച്ചൻ. ഹയ്യട ഹയ്യാ മുളക് കടിച്ചു പാവം കൊച്ചു കുരങ്ങച്ചൻ. എരിയാലയോ പുളഞ്ഞു പോയി തിത്തയെന്നു കുരങ്ങച്ചൻ. ചില്ലക്കൊമ്പിലെ മാങ്ങ കടിച്ചു ലല്ലലല്ലലം കുഞ്ഞണ്ണാൻ. ചില്ലക്കൊമ്പിലെ മാങ്ങ കടിച്ചു ലല്ലലല്ലലം കുഞ്ഞണ്ണാൻ. പുളി കൊണ്ടയോ തുള്ളിപ്പോയി ചിൽ 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 കുഞ്ഞണ്ണാൻ. മൂത്തുകിടക്കും കൈപ്പയ്ക്കായുടെ മൂടു കടിച്ചു മുയലച്ചൻ. മൂത്തുകിടക്കും കൈപ്പയ്ക്കായുടെ മൂടു കടിച്ചു മുയലച്ചൻ. കഴിച്ചിട്ടയോ വാലും പൊക്കി, കഴിച്ചിട്ടയോ വാലും പൊക്കി ചാടി മറഞ്ഞു മുയലച്ചൻ. വീണുകിടന്നൊരു മുതലിക്ക ചവച്ചു നോക്കേ കരടിച്ചാർ. വീണുകിടന്നൊരു മുതലിക്ക ചവച്ചു നോക്കേ കരടിച്ചാർ. ചവർപ്പ് മൂലം തുപ്പി തുപ്പി, ചവർപ്പ് മൂലം തുപ്പി തുപ്പി കുഴഞ്ഞു പോയി കരടിച്ചാർ. ഹയ്യട ഹയ്യാ. കടയിലിരിക്കും ജിലേബിയൊത്തിരി കട്ടുവിഴുങ്ങി എലിയണ്ണൻ. കടയിലിരിക്കും ജിലേബിയൊത്തിരി കട്ടുവിഴുങ്ങി എലിയണ്ണൻ. മധുരം മധുരം എന്തൊരു മധുരം, മധുരം മധുരം എന്തൊരു മധുരം. തത്തിച്ചാടി എലിയണ്ണൻ, തത്തിച്ചാടി എലിയണ്ണൻ. ഹയ്യട ഹയ്യാ. ഒരു ദിവസം വിക്രമൻ സിംഹം വിശന്നു വലഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് ക്ഷീണിച്ച വിക്രമൻ അവശനായി ഒരു മരത്തണലിലിരുന്നു. ഒരു മുയലെങ്കിലും ഈ വഴി വന്നിരുന്നെങ്കിൽ, എനിക്കാണെങ്കിൽ ഓടി നടന്ന് വേട്ടയാടാനും വയ്യ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിഷണ്ണനായിരുന്ന വിക്രമൻ മരത്തണലിൽ അല്പനേരം ഉറങ്ങിപ്പോയി. ടും! ഒരു പാറ വന്ന് വീഴുന്ന ശബ്ദം കേട്ട് വിക്രമൻ ഞെട്ടി ഉണർന്ന് ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. അതാ അവിടെ ഒരു ഗുഹ. വിക്രമൻ ഗുഹയുടെ അടുത്തേക്ക് ചെന്ന് അതിനു ചുറ്റും തിരഞ്ഞു. മണ്ണിൽ ചില കാൽപ്പാടുകളും കണ്ടു. ഏതായാലും ഒരു മൃഗം അവിടെ താമസിക്കുന്നുണ്ടെന്ന് അവൻ തീർച്ചപ്പെടുത്തി.
അവൻ ഇറങ്ങി വരുന്നതുവരെ കാത്തിരിക്കാം. വിക്രമൻ ചെടികൾക്കിടയിൽ മൃഗം വരുന്നതും കാത്ത് ഒളിച്ചിരുന്നു. സമയമേറെ കഴിഞ്ഞിട്ടും ഒരു മൃഗവും അതുവഴി വന്നില്ല. അപ്പോൾ വിക്രമന് ഒരു ബുദ്ധി തോന്നി. ഞാനിങ്ങനെ വെളിയിൽ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഒരുപക്ഷെ മൃഗത്തെ പിടിക്കുമ്പോൾ അവൻ കുതറി രക്ഷപ്പെട്ടാലോ? ഗുഹയ്ക്കകത്ത് തന്നെ കയറിയിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയിൽ താമസിക്കുന്ന കുറുക്കച്ചൻ അവിടെ എത്തി. ഗുഹയുടെ വെളിയിൽ ഒരു വലിയ മൃഗത്തിന്റെ കാൽപ്പാടുകൾ കണ്ട് കുറുക്കൻ ഒന്ന് നടുങ്ങി. അവൻ മണത്തു നോക്കിയും കാൽപെരുമാറ്റം ശ്രദ്ധിച്ചും ഗുഹയ്ക്കുള്ളിലെ മൃഗത്തെ തിരിച്ചറിയാൻ നോക്കി. ഏതായാലും ഉള്ളിൽ കയറുന്നത് അപകടമാണ്. ഒരു ബുദ്ധി പരീക്ഷിക്കുക തന്നെ കുറുക്കച്ചൻ തീരുമാനിച്ചു. അവൻ ഗുഹയ്ക്ക് വെളിയിൽ നിന്ന് വിളിച്ചുകൂവി, "അല്ലയോ ഗുഹേ, ഞാൻ വരുമ്പോൾ നീ എന്നും എന്നെ പേര് വിളിച്ച് സ്വീകരിക്കാറുണ്ടല്ലോ. ഞാൻ വന്നത് നീ കണ്ടില്ലേ?" മറുപടി പറഞ്ഞില്ലെങ്കിൽ കുറുക്കൻ തിരിച്ചുപോയാലോ എന്ന് ചിന്തിച്ച് വിക്രമൻ ഉച്ചത്തിൽ പറഞ്ഞു, "നീ വന്നത് ഞാൻ കണ്ടു. മടിക്കാതെ അകത്തേക്ക് കയറി വരൂ." അതിനുള്ളിൽ സിംഹമാണെന്ന് ശബ്ദത്തിൽ നിന്നും അവൻ തീർച്ചപ്പെടുത്തി. കുറുക്കച്ചൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നോക്കണേ കുറുക്കച്ചന്റെ ഒരു ബുദ്ധി.